ഭാരതം US വ്യാപാര കരാറിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. നല്ല അന്തരീക്ഷത്തിലാണ് ചർച്ച നടക്കുന്നതെന്നും പ്രശ്നങ്ങൾ തൃപ്തികരമായി പരിഹരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ആശയവിനിമയം ഉദ്ധരിച്ചുകൊണ്ട് പീയൂഷ് ഗോയൽ പറഞ്ഞു. ഭാരതം US വ്യാപാര ചർച്ച പുനരാരംഭിച്ച പശ്ചാത്തലത്തിലാണ് വാണിജ്യമന്ത്രിയുടെ പ്രതികരണം. വിശദാംശങ്ങളുമായി ഡൽഹി നിന്നും ജിഷ്ണു കൃഷ്ണൻ ചിരികയാണ്. ജിഷ്ണു, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാണിജ്യ ബന്ധങ്ങളടക്കം ഊഷ്മളമാകുന്ന ഒരു സാഹചര്യമാണ് US-ഉം ഭാരതവും തമ്മിലുള്ളത്. പീയൂഷ് ഗോയൽ ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? ഭാരതവും അമേരിക്കയും തമ്മിലുള്ള വാണിജ്യ തലത്തിലുള്ള ചർച്ചകൾ പുനരാരംഭിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ പരിഹരിക്കുമെന്ന ആത്മവിശ്വാസം പങ്കുവച്ചിട്ടുള്ളത്. ഒപ്പം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയിരുന്നു, ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു. ആ സംഭാഷണത്തിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം, വാണിജ്യ വ്യവസായ ബന്ധം സംബന്ധിച്ചുമുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം അമേരിക്കയുടെ മുഖ്യ ഇടനിലക്കാരൻ അല്ലെങ്കിൽ വാണിജ്യ മേഖലയിൽ അതിന്റെ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ബ്രണ്ടൻ ലിഞ്ച് ഭാരതത്തിലെത്തി വിശദമായിട്ടുള്ള 6ാം ഘട്ട ചർച്ച, ഭാരതവും US-ഉം തമ്മിലുള്ള വ്യാപാര മേഖലയിലെ 6ാം ഘട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ഇതിന്റെയെല്ലാം പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിൽ വ്യാപാര മേഖലയിലുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമാകുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കും എന്ന ആത്മവിശ്വാസം പങ്കുവച്ചിട്ടുള്ളത്. വളരെ നല്ല അന്തരീക്ഷത്തിലാണ് ചർച്ചകൾ നടന്നിട്ടുള്ളത് എന്നുകൂടി പറയുമ്പോൾ അത് ഭാരതത്തിന്റെ നയതന്ത്ര മേഖലയിലും ഒപ്പം വാണിജ്യ വ്യാപാര മേഖലയിൽ ഭാരതം കൈക്കൊള്ളുന്ന കരുത്തുറ്റ തീരുമാനങ്ങളുടെയും വിജയമായി തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അമേരിക്ക 50% മുകളിൽ തീരുവ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ഭാരതത്തെ സമ്മർദ്ദത്തിലാക്കാനുള്ളൊരു തന്ത്രവും നയവും രൂപീകരിച്ചപ്പോൾ അതിന് യാതൊരു തരത്തിലും അടിമപ്പെടാതെ വളരെ കൃത്യമായി അമേരിക്ക തീരുവ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ലോകത്തിന്റെ മറ്റു വിപണിയിലേക്ക് ഭാരതത്തിന്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ എത്തിച്ചുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഭാരതത്തിന് സാധിക്കുമെന്ന ഉറച്ച തീരുമാനം കൈക്കൊണ്ടു. ഒപ്പം പ്രധാനമന്ത്രി തന്നെ ചൂണ്ടിക്കാട്ടിയത് ശരിയാണ്, ചില പ്രതിസന്ധികൾ ഉണ്ടാകും, പക്ഷേ അത് തരണം ചെയ്ത് മുൻപോട്ട് പോകാനുള്ള കഴിവ് ഇന്നത്തെ ഭാരതത്തിനുണ്ട് എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. 50% മുകളിൽ തീരുവയാണ് നിലവിൽ US ഭാരതത്തിന് മേൽ ഏർപ്പെടുത്തിയിരുന്നത്. അത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു. അതിലും വളരെ കൃത്യമായ മറുപടി ഭാരതം നൽകിയിരുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് ഭാരതത്തിന്റെ വ്യാപാര ബന്ധം റഷ്യയുമായി നടത്തുന്നത് ഭാരതത്തിന് വളരെ കുറഞ്ഞ വിലയിൽ വിപണിയിൽ എത്രത്തോളം കുറഞ്ഞ വിലയിൽ എണ്ണ കിട്ടുന്നു അത് റഷ്യയിൽ നിന്ന് കിട്ടിയാൽ റഷ്യയിൽ നിന്ന് വാങ്ങും, മറ്റൊരു രാജ്യത്ത് നിന്നാണെങ്കിൽ മറ്റൊരു രാജ്യത്ത് നിന്ന് വാങ്ങും. ഭാരതത്തിന്റെ ഉൽപ്പന്നം ആർക്കൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടോ അവർക്ക് വാങ്ങാം. വളരെ കൃത്യമായി മുൻപോട്ട് പോകാൻ ഭാരതത്തിന് സാധിക്കും എന്നുള്ളത് വിദേശകാര്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഭാരതത്തിന് കഴിയില്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുകയും അതിനപ്പുറത്തേക്ക് ഭാരതവുമായും അല്ലെങ്കിൽ ലോകത്തിലെ ഏത് രാജ്യവുമായും ഊഷ്മളമായ നയതന്ത്ര ബന്ധമാണ് ഭാരതം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയുമായും ചർച്ച നടത്തും എന്നും വ്യക്തമാക്കിയിരുന്നു. ഈ താരിഫുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു സ്വരച്ചേർച്ചയിലേക്കാണ് US-ഉം ഭാരതവും എത്തിയിരുന്നത്. അതായത് ഒരു ഏകാധിപത്യ മേധാവിത്വ മനോഭാവം ട്രംപ് പുലർത്തിയപ്പോൾ അതിനോട് ഒട്ടും യോജിക്കാതെ അതിനെ തള്ളിക്കളയുന്ന ഒരു സമീപനം, റഷ്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്ന ഒരു സമീപനമാണ് ഭാരതം സ്വീകരിച്ചത്. ഒടുവിൽ ഭാരതത്തെ മാറ്റി നിർത്താൻ കഴിയില്ല, ലോകശക്തിയായ ഭാരതത്തെ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവോടെ ട്രംപ് ഇങ്ങോട്ട് വന്ന് നരേന്ദ്രമോദിയെ ഫോണിൽ സംസാരിക്കുന്ന സാഹചര്യമടക്കമുണ്ടായി. ഇതാണ് വീണ്ടും ഒരു മഞ്ഞുരുകലിലേക്ക് എത്തിയത്. ഏതായാലും ഭാരതത്തിന് ഒരു സ്വരച്ചേർച്ചയുമില്ല. US എങ്ങനെയാണോ പഴയ നിലപാടിലേക്ക് പോകുന്നത്, അങ്ങനെയാണെങ്കിൽ ആ നിലപാടുമായി ഊഷ്മളമായ സൗഹൃദമായി മുന്നോട്ട് പോകാൻ കഴിയും. അതിന് ഭാരതം തയ്യാറാണ് എന്ന് തന്നെയാണ് പീയൂഷ് ഗോയൽ വ്യക്തമാക്കുന്നത്, കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായും ഭാരത സർക്കാരിന്റെ നയതന്ത്ര തലത്തിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായുള്ള നയം തന്നെ അങ്ങനെയാണ്. കാരണം ഏത് രാജ്യവുമായും ഭാരതത്തിനോട് ഏത് രീതിയിലാണോ സൗഹാർദ്ദം സ്ഥാപിക്കുന്നത്, അത് വാണിജ്യ വ്യാപാര മേഖലയിലാണെങ്കിലും ഏത് തലത്തിലാണെങ്കിലും ഭാരതവുമായി നല്ല സൗഹാർദ്ദ ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചും ആ രീതിയിലുള്ള സൗഹാർദ്ദം ഉണ്ടാകും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതിൽ ചില റിപ്പോർട്ടുകൾ നേരത്തെ ധനകാര്യ സ്ഥാപനങ്ങളും ഒപ്പം ചില അമേരിക്കൻ ഏജൻസികളും ഉൾപ്പെടെ തന്നെ റിപ്പോർട്ട് ചെയ്തത് ഇത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല,
ഓപ്പറേഷൻ സിന്ദൂരിൽ ഒരു വല്യേട്ടൻ ചമയാൻ അല്ലെങ്കിൽ ലോക നേതാവ് ചമയാൻ ഡൊണാൾഡ് ട്രംപ് ഒരു ശ്രമം നടത്തി. ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിൽ വെടിനിർത്തലിന് മധ്യസ്ഥ വഹിച്ചത് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നൊരു ധാരണയുണ്ടാക്കാനും പ്രചാരണമുണ്ടാക്കാനും ഒരു ശ്രമം നടത്തി. അതോടെ നൊബേൽ സമ്മാനം ഉൾപ്പെടെ ട്രംപ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്കും ട്രംപിന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അതിന് യാതൊരു ഇടവും നൽകാതെയുള്ള പ്രതികരണവും തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളുമായിരുന്നു ഭാരതം നടത്തിയത്. പാകിസ്ഥാൻ അപേക്ഷിച്ചത് പ്രകാരം മൂന്നാമത് ഒരു രാജ്യത്തിന്റെയും ഇടപെടലില്ലാതെയാണ് ഭാരതം വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത് എന്ന് തുറന്നു പറഞ്ഞിരുന്നു. അതിന്റെ ഒരു അതൃപ്തിയാണ് ഇത്തരത്തിലൊരു തീരുവ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായത് എന്ന് ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരുന്നു. ഏതായാലും അത്തരത്തിലൊരു തീരുവ വർദ്ധിപ്പിച്ച സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഭാരതം തയ്യാറാകാത്തത് കൊണ്ട് തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ചില അയവുകൾ ഉണ്ടായിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചു. ആ ആശയവിനിമയത്തിലും ചില മഞ്ഞുരുകൽ ഉണ്ടായി. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ബന്ധത്തിൽ കൂടുതൽ ഊഷ്മളമായി മുൻപോട്ട് പോകാൻ സാധിക്കും. ആ പ്രശ്നങ്ങൾ തൃപ്തികരമായി പരിഹരിക്കും എന്ന ആത്മവിശ്വാസമാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പങ്കുവച്ചിട്ടുള്ളത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.